സ്വന്തം കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വനിതകളുണ്ട്. തങ്ങൾ വരച്ച ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം പുണ്യപ്രവർത്തനങ്ങൾക്കായാണ് ഇവർ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ഇവരുടെ ചിത്രപ്രദർശനം കാണാനും വാങ്ങാനും നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. കലയിലൂടെ കരുതൽ, അതാണ് സ്നേഹവർണ്ണങ്ങൾ എന്ന സ്ത്രീ കൂട്ടായ്മയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 10 വീട്ടമ്മമാരുമായി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ചിത്ര പ്രദർശനത്തിൽ ഇന്ന് 100 കണക്കിന് വീട്ടമ്മമാരുടെ കലാസൃഷ്ടികളുണ്ട്. കലാകാരികളായ വീട്ടമ്മമാർ ഒരുക്കുന്ന ഈ പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന തുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കുരുന്നുകൾക്കായുള്ള സ്നേഹസ്പർശം എന്ന സ്കോളർഷിപ്പ് പദ്ധതിക്ക് ചിലവഴിക്കും. ഓരോ തവണയും ഇതുപോലെ പുണ്യപ്രവർത്തികൾക്കായാണ് ഇവർ പണം ചെലവഴിക്കുന്നത്. ഇക്കാലയളവിൽ പ്രദർശനങ്ങൾ വഴി കിട്ടിയ തുക കൊണ്ട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികൾക്കായി ഒരു പാർക്ക് നിർമ്മിച്ചു നൽകി. കൂടാതെ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ കുട്ടികൾക്ക് TV, പ്രൊജക്ടർ, പഠനോപകരണങ്ങൾ, പുതിയ ബെഡ്ഷീറ്റുകൾ തുടങ്ങി വിവിധ സാധനങ്ങൾ വാങ്ങി നൽകാനും പല വർഷങ്ങളിലെ പ്രദർശനങ്ങളിലൂടെ കഴിഞ്ഞു. എല്ലാ തരം ചിത്രങ്ങളും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഞങ്ങളുടെ കൂടെ പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ആർട്ട് വർക്കും വെച്ചിട്ടുണ്ട് ഷോ. ഞങ്ങളിത് 3ാമത്തെ വർഷമാണ് 101 ചിത്രകാരികളുടെ ഒരു എക്സിബിഷൻ നടത്തുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ 112 ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫണ്ട് ഞങ്ങൾ ക്യാൻസർ ബാധിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത്, സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ട്. 2013 ജനുവരിയിൽ സൃഷ്ടി ആർട്ട് ഗാലറിയിൽ നടത്തിയ ആദ്യ പ്രദർശനത്തോടെയാണ് ഇവർ ഈ നന്മയുടെ വഴി തുറക്കുന്നത്. ഇന്ന് ഇവർ ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. വിവിധ മേഖലകളിലുള്ള പ്രമുഖ വനിതകളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിലെ ഒരു കൂട്ടം സ്ത്രീകൾ തുടക്കമിട്ട എളിയ സംരംഭമാണിത്. കഴിയാവുന്നത്ര ചിത്രങ്ങൾ വിൽപ്പന നടത്തി നല്ലൊരു തുക ഈ കുരുന്നുകൾക്ക് നൽകണമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഈ മാസം 21 വരെയാണ് പ്രദർശനം. അമൃത ന്യൂസ്, കോഴിക്കോട്.